വീണപൂവേ വിശ്വദർശന ചക്രവാളത്തിലെ നക്ഷത്രമല്ലേ നീ, ഒരു ശുക്ര നക്ഷത്രമല്ലേ നീ, വീണപൂവേ. കലോത്സവ നഗരിയിൽ ഇന്ന് പ്രൈം 21 ഉള്ളത് ഒരു സെലിബ്രിറ്റി മത്സരാർത്ഥിയാണ് പല്ലവി രതീഷ്. മോളെ സ്വാഗതം. താങ്ക് യു. 2 മത്സരത്തിലാണ് ഉണ്ടായതല്ലേ? ലളിതഗാനം, ശാസ്ത്രീയ സംഗീതം. അതിൽ ഒന്നിൽ ഫസ്റ്റ് ഉണ്ട്, ഒന്നിൽ സെക്കൻഡ് വിത്ത് എ ഗ്രേഡ് ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു മത്സരങ്ങളൊക്കെ? വളരെ നല്ലതായിരുന്നു. നല്ല വാശിയേറിയ മത്സരമായിരുന്നു, എങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആണല്ലേ? ഇതിപ്പോ എത്രാം തവണയാ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്? ഞാൻ LP വിഭാഗത്തിൽ പങ്കെടുത്തിരുന്നു. UP കഴിഞ്ഞ വർഷം പങ്കെടുത്തിരുന്നു. അതിൽ എനിക്ക് ലൈറ്റ് മ്യൂസിക്കിലും കർണാട്ടിക്കിലും എല്ലാത്തിനും ഫസ്റ്റ് ആയിരുന്നു. ഇപ്രാവശ്യം UP 2 വർഷമായി പങ്കെടുത്തു. ഈ വർഷം 2 മത്സരത്തിലാണ് പങ്കെടുത്തത് അല്ലേ? ഇനി നാളെ ഗ്രൂപ്പ് സോങ് ഉണ്ട്. ഗ്രൂപ്പ് സോങ് വേറെ ഉണ്ട്. മൊത്തം 3 ഐറ്റം. ഓക്കെ, ഒന്ന് നാളെ നടക്കാനിരിക്കുകയാണ്. അതെ. അപ്പൊ അതിൽ കഴിഞ്ഞതിൽ 2ലും പ്രൈസ് ഉണ്ടല്ലേ? ഉണ്ട്. അതാണ് വലിയ സന്തോഷം. ഇവിടെ വന്നതിന് ശേഷം മോളെ ആളുകൾ തിരിച്ചറിഞ്ഞ അടുത്തേക്ക് വരുന്നുണ്ടോ? ഒരുപാട് ആളുകൾ ഇപ്പൊ വരുമ്പോ തന്നെ കണ്ട് കുറെ ആൾക്കാർ ഫോട്ടോ എടുക്കാനൊക്കെ വന്നത്. അതൊരു സന്തോഷമാണ്. സന്തോഷം. എല്ലാരും വന്നിട്ട് എന്താണ് പറയുന്നത്? സ്റ്റാർ സിംഗറിലെ പല്ലവിയല്ലേ എന്നൊക്കെ ചോദിച്ചു, അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറഞ്ഞു. ഒത്തിരി സന്തോഷായി. അങ്ങനെ പറഞ്ഞിട്ടാണ് ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നത് അല്ലേ? നമ്മളിപ്പോ വരുമ്പോ തന്നെ ഒരുപാട് ആളുകൾ ഫോട്ടോ എടുക്കുന്നതൊക്കെ ആയിട്ട് കണ്ട്. മോളുടെ ഗുരു അച്ഛനല്ലേ? അച്ഛൻ കൂടെ വന്നിട്ട് നമുക്ക് അച്ഛനെ ഒന്ന് ഇങ്ങോട്ടേക്ക് ക്ഷണിക്കാം. രതീഷ് ചേട്ടാ നമസ്കാരം. എങ്ങനെ ഉണ്ടായിരുന്നു പരിശീലനമൊക്കെ? താങ്കൾ തന്നെയായിരുന്നു അല്ലേ? തീർച്ചയായും. ഇതുവരെയുള്ള എല്ലാവരും പല്ലവിയുടെ നേട്ടങ്ങൾക്കും കോട്ടങ്ങൾക്കും ഉത്തരവാദി ഞാൻ തന്നെ. കോട്ടങ്ങളുടെ ഉത്തരവാദിത്തം കൂടെ രണ്ടും പറയണ്ടേ? അതെ അതെ, തീർച്ചയായും. നമ്മളിപ്പോ ഒരു വളർച്ചയുടെ പടവുകളാണ്. അപ്പൊ നമ്മുടെ നേട്ടങ്ങൾ മാത്രമല്ല, ഞാൻ എപ്പോഴും പറയും, അപ്പൊ എന്തെങ്കിലും അവർക്ക് കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും എന്റെ കുറവ് തന്നെയാണ്, എന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അത് നമ്മൾ അടുത്ത വർഷം നികത്തിയിട്ട് മുന്നോട്ടേക്ക് പോകും. ഇപ്പൊ സെന്റ് മേരീസിലാണല്ലേ പഠിക്കുന്നത്? 6ാം ക്ലാസ്. 6ാം ക്ലാസ്. അതെ അതെ. അപ്പൊ എങ്ങനെ ക്ലാസ്സിലെ പഠനവും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? അത് നന്നായിട്ട് പോകുന്നു. യഥാർത്ഥത്തിൽ ഇതിനേക്കാൾ ഏറെ ക്രേസ് അവർക്ക് അതിനാണ് എന്നുള്ളതാണ് എന്റെ പരാതി. പഠിക്കാനാണ്, പക്ഷെ പഠിക്കണ്ടെന്നാണ് അച്ഛൻ പറയുന്നത്. ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടും. ഞാനായാലും എന്റെ വൈഫ് ഡാൻസറാണ്, ഞാനിപ്പോ മ്യൂസിക്കിലാണ്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും അക്കാഡമിക്കലി ക്വാളിഫൈഡ് ആണ്. പക്ഷെ സ്വന്തം ഇഷ്ടം കൊണ്ട് ഈ 2 ഫീൽഡിലേക്ക് തിരഞ്ഞെടുത്തവരാണ് ഞാനായാലും ഭാര്യയായാലും. അതുകൊണ്ട് പഠനം വേണം, എഡ്യൂക്കേഷൻ വേണം. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ തീർച്ചയായിട്ടും ഞങ്ങളുടെ പുറകെ ആർട്സ് ഫീൽഡിലേക്ക് വരുന്നതാണ് ഞങ്ങൾക്ക്. പല്ലവി ഒരു പാട്ടുകാരിയായി അറിയപ്പെടുന്നത് കാണാനാണ് ആഗ്രഹം. പാട്ടുകാരി മാത്രമല്ല, പല്ലവി നല്ലൊരു ഡാൻസർ കൂടെയാണ്. അപ്പൊ പല്ലവി കലയിൽ ജീവിക്കുന്ന ഒരാളാണ്. ശുദ്ധമായ കല, അതായത് അധികം ഒരു കലാകാരിയാവണം. അതാണ് കലയെ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് രതീഷ്. എങ്ങനെയാ ഇന്നത്തെ മത്സരം കണ്ടല്ലോ? മോളുടെ പാട്ടൊക്കെ കേട്ടു, എങ്ങനെ തോന്നുന്നു? എന്ത് തോന്നുന്നു? മത്സരം നല്ലതായിരുന്നു. അത്യാവശ്യം കുറച്ച് കുട്ടികൾ നല്ല മത്സരം കാഴ്ചവെച്ചു. എന്നാലും മൊത്തം ജില്ലാതലമാണല്ലോ, സബ് ജില്ലയിൽ നിന്ന് തെരഞ്ഞെടുത്ത് വരുന്ന കുട്ടികളാണ്. അപ്പൊ എന്തായാലും അതിന്റെ ഒരു ക്വാളിറ്റി തീർച്ചയായിട്ടും കാണാം. UP ആയതുകൊണ്ട് തന്നെ സ്റ്റേറ്റിലേക്കുള്ള ഒരു മത്സരം ഇല്ല, ജില്ല ആണല്ലോ. പക്ഷെ UP അവരുടെ പ്രായത്തിൽ വെച്ച് നോക്കുമ്പോൾ ഒരേ സമപ്രായക്കാരുടെ മത്സരമാണ്. മത്സരത്തിന് ടൈറ്റ് ഉണ്ട്. ഇനി വരും വർഷങ്ങളിൽ മത്സരം കൂടുതൽ കണ്ടു. അതെ, അടുത്ത വർഷം കൂടി UP ഉണ്ട്. അത് കഴിഞ്ഞാലാണ് സ്റ്റേറ്റിലേക്ക്. 7ാം ക്ലാസ് വരെ ഉണ്ട്. പിന്നെ ഇപ്പൊ എന്ന് പറയുന്നത് ആൺകുട്ടികൾ പെൺകുട്ടികള് മെയിൽ ഫീമെയിൽ ഗേൾസ് ആൻഡ് ബോയ്സ് സെപ്പറേഷൻ ഇല്ലല്ലോ UP. ഹൈസ്കൂൾ മുതൽ അങ്ങനെ സെപ്പറേറ്റ് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ആ ലെവലിലേക്കും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എങ്ങനെ ഈ ലളിതഗാനത്തിലും ശാസ്ത്രീയ സംഗീതത്തിലൊക്കെ കൂടുതലും പെൺകുട്ടികളാണോ ആൺകുട്ടികളാണോ കണ്ടുവരുന്നത്? രണ്ടാളും ഉണ്ട് ഒരുപോലെ. രണ്ടു കുട്ടികളും ഒരുപോലെ തന്നെ പാടുന്നവരാണ് എല്ലാവരും ഒരുപോലെ. ഇപ്പൊ ലളിതഗാനമാണെങ്കിലും ഞാൻ കമ്പോസ് ചെയ്ത പാട്ടുകൾ തന്നെയാണ്. കഴിഞ്ഞ വർഷവും അവൾ പാടിയത്, ഈ വർഷവും. അങ്ങനെ ഒരു ഭാഗ്യം കൂടെ ഉണ്ടായല്ലേ? കഴിഞ്ഞ വർഷം ജില്ലാതലത്തിലെ ലളിതഗാനവും ശാസ്ത്രീയ സംഗീതവും ഗ്രൂപ്പ് സോങ്ങും ദേശഭക്തി ഗാനം പങ്കെടുത്ത 4 ഐറ്റം ഫസ്റ്റ് ആയിരുന്നു. ഈ വർഷം ലൈറ്റ് മ്യൂസിക് സെക്കൻഡാണ്. ഇനിയിപ്പോൾ നാളെ ഗ്രൂപ്പ് സോങ്ങും കൂടിയുണ്ട്. അത് ഇവിടെ സെന്റ് മേരീസ് സ്കൂളിലാണ് പഠിക്കുന്നത്. ആ സ്കൂളിന് വേണ്ടിയിട്ട് ആ ഗ്രൂപ്പ് സോങ് കമ്പോസ് ചെയ്ത് പഠിപ്പിച്ചത് ഞാനാണ്. അപ്പം അച്ഛൻ പഠിപ്പിച്ചതുപോലെ പാടാൻ പറ്റിയോ? അച്ഛൻ പഠിപ്പിച്ചതുപോലെ പാടാൻ പറ്റി. എങ്കിലും ഇനിയും ഒത്തിരി നന്നാക്കാനുണ്ട് എന്നാണ്. ഇനിയും നന്നാക്കാനുണ്ട്, ഒരുപാട് നന്നാക്കാനുണ്ട്. സാധാരണ പഠിക്കാത്തതിലൊക്കെ അച്ഛന്മാര് വഴക്ക് പറയുന്നത് കേൾക്കാറുണ്ട്. പാടാത്തതിൽ അച്ഛൻ വഴക്ക് പറയാറുണ്ടോ?
ഞാൻ പാടാത്ത പ്രശ്നമൊന്നുമില്ല, എന്നാലും അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടം പഠിത്തത്തിനെക്കാട്ടിയും കൂടുതൽ ഇഷ്ടം ഞാൻ കലയിൽ എപ്പോഴും കലയോട് ജീവിക്കുന്നതാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. അപ്പോൾ പഠിത്തത്തിൽ അങ്ങനെയല്ല, അതും താല്പര്യമാണ്, എങ്കിലും അതാണ്. ഓക്കെ, ശരി. എന്തായാലും ഇനിയും ഉയർച്ചകളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഒരുപാട് സന്തോഷം. പ്രൈം 21 ചാനല് ഞങ്ങളുടെ ലൈഫിൽ പല ഘട്ടങ്ങളിലും ഞങ്ങളുടെ കൂടെ ചേർന്ന ആൾക്കാരാണ്. അപ്പോൾ മോള് സ്റ്റാർ സിംഗർ വിന്നറായ സമയത്തും മറ്റെല്ലാ ഘട്ടങ്ങളിലും ഒരുപാട് സപ്പോർട്ടുമായിട്ട് തന്നവരാണ് നിങ്ങളൊക്കെ. തീർച്ചയായിട്ടും ഈ ഒരു മൊമെൻറ്റിലും നിങ്ങൾക്കൊപ്പം ചേരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷവും നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. താങ്ക് യു. ഓക്കെ.